അപ്പോൾ വിമൻസ് ഈവനിങ്ങിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഉരുക്കു വനിതയാണ് അല്ലേ. അപ്പോൾ നേരെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് തന്നെ അങ്ങ് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പകച്ചു നിൽക്കാതെ ലക്ഷ്യം പൂർത്തീകരിച്ച ചിലരെയാണ് നമ്മൾ ഈ സെഗ്മെന്റിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ദൂരദർശനിൽ റീഡറായിട്ടാണ് തുടക്കം. ഇടയ്ക്കിപ്പോഴും അവതാരികയായി എത്താറുണ്ട്. സ്ഥിരം ജോലി എന്ന സ്വപ്നം എത്തിച്ചത് വനം വകുപ്പിൽ, അതും കേരളത്തിലെ ആദ്യ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ ഒരാളായി. ഇതിനു മുന്നേ ഞാൻ വ്യത്യസ്തമായൊരു മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ ന്യൂസ് റീഡറാണ്. അപ്പോൾ ഇപ്പോഴും ഒരു ഗവൺമെൻറ് ഓർഡറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും പോയി അതിൻ്റെ ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കാരണം അതിനോടൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. വനിതകളുടെ ആദ്യത്തെ ബാച്ച് 2017 വനം വകുപ്പിൽ വരുന്ന 17 പാമ്പ് പിടിക്കാൻ തുടങ്ങിയത് 19 ഇപ്പോൾ ഏകദേശം 4 വർഷം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി ഏത് പാതിരാത്രിയിലും റോഷ്നി ഓടിയെത്തും. ഭയപ്പെട്ടു നിൽക്കുന്നവർക്ക് മുന്നിൽ ആത്മധൈര്യത്തിന്റെ ഉദാഹരണമാണ് ഇന്നിവർ. കഴിഞ്ഞ 8 വർഷത്തിനിടെ റോഷ്നി പിടിച്ചത് ഉഗ്രവിഷമുള്ളതുൾപ്പെടെ 500-ലധികം പാമ്പുകളെ. ഇതുവരെ ഒരു 500-ഓളം വെനമസ് ആയിട്ടുള്ളതും നോൺ വെനമസ് ആയിട്ടുള്ള സ്നേക്സിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിങ്ങായ RRTയിലാണ്, റാപ്പിഡ് റെസ്പോൺസ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. രാത്രി കോൾസ് ഒരുപാട് വരാറുണ്ട്, പോവാറുമുണ്ട്. ഞാനങ്ങനെ രാത്രി പകൽ അങ്ങനെ ഒരു ഇത് നോക്കിയിട്ട് പോവാതിരിക്കാറില്ല. നമുക്ക് കൂടുതലും ഇപ്പോൾ പാമ്പായാലും ആനയായാലും ഒക്കെ രാത്രിയായിരിക്കും കൂടുതൽ നമുക്ക് ഇറങ്ങുന്നത്. ചിലർ തളർത്താൻ ശ്രമിക്കുമ്പോഴും ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമാണ് രാവെന്നോ പകലെന്നോ ഇല്ലാത്ത ഈ ജോലി. ഇനിയും അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ തീരുമാനം. സ്ത്രീകളായിട്ടുള്ള നമ്മൾ കുറച്ച് പേര് വന്നപ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വളരെയധികം കൂടിയിട്ടുമുണ്ട്. അതിൻ്റേതായ രീതിയിലുള്ള വെല്ലുവിളി എന്ന് തന്നെ പറയാം. ഫൈറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ജോലി എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന മേഖലയിലേക്ക് ഒരുപാട് വെല്ലുവിളികൾ സഹിച്ചാണ് റോഷ്നി കടന്നു വന്നത്. ആ യാത്ര നിരവധി സ്ത്രീകൾക്ക് പ്രചോദനവുമാണ്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം. അപ്പോൾ ഇത് ആരാണ് എന്നായിരിക്കും പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഇത് തിരുവനന്തപുരത്തെ മലയോര മേഖലയിലുള്ളവർ ആശ്വാസമാവുന്ന ഒരു വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. പേര് റോഷ്നി, ആര്യനാട് സ്വദേശിയാണ്. അപ്പോൾ ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ റോഷ്നി ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതിനകം എത്ര പാമ്പുകളെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയോ? 500-ലധികം പാമ്പുകളെയാണ് ഈ വനിത പിടികൂടിയത്. എനിക്ക് ഓർമ്മയുണ്ട്, നമുക്കൊരു ദിവസം നമ്മുടെ മുന്നേ ഒരു ബുള്ളറ്റിനിൽ ചേച്ചി അതിഥിയായി വന്നിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചേച്ചിയുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാമ്പിനെ പിടിക്കുന്ന കാണുന്നത് സിമ്പിൾ ആയിട്ടാണ്. പാമ്പിനെ എല്ലാ ദിവസവും കാണാം, എല്ലാ ദിവസവും ഉണ്ടാവും സ്റ്റാറ്റസ്. ഞാനിങ്ങനെ നോക്കി ഭയങ്കര സിമ്പിൾ ആയിട്ട് അതിനെ പിടിക്കുന്നു, അതിലാക്കുന്നു, പുഷ്പം പോലെ. അങ്ങനെയാണ് പിടിച്ചു പോകുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാമ്പിനെ. നല്ല ധൈര്യം തന്നെ വേണം അല്ലെ. എന്തായാലും അതല്ലേ ഇപ്പൊ അവസാനം നമ്മുടെ ജയശങ്കർ പറഞ്ഞു വെച്ചൊരു കാര്യം കൂടി ഉണ്ടല്ലോ. സ്ത്രീകൾ അധികം ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു ഇതിലേക്ക് വരിക കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ പുഷ്പം പോലെ പാമ്പിനെ പിടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ റോഷ്നിയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്.